എല്ലാവർക്കും വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നോക്കുവാനായിട്ട് പോകുന്നത് നമ്മുടെ ഫോണിലെ ഫയൽസൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ഡാറ്റ കേബിൾ ഉപയോഗിച്ചിട്ടാണല്ലോ. എന്നാൽ ഡാറ്റ കേബിൾ ഉപയോഗിക്കാതെ തന്നെ വയർലെസ് ആയിട്ട് നമ്മുടെ ഫോണിലെ ഫയൽസ് കമ്പ്യൂട്ടറിലെ ഫയൽസ് നമ്മുടെ ഫോണിലേക്കും വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ എല്ലാ സ്റ്റെപ്പും നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങളുടെ സിസ്റ്റം റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൽ വൈഫൈ FTP സെർവർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വൈഫൈ FTP സെർവർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നതായിട്ട്. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക. ഇത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഫയൽ ആക്സസ് ചെയ്യാനായിട്ട് പെർമിഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് അലോ പെർമിഷൻ ഇനേബിൾ ചെയ്യുക. അതിനുശേഷം ബാക്കിൽ വരിക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെർവർ URL എന്ന് പറഞ്ഞ് കുറേ നമ്പർ കാണാം. HTTP/192 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കുറേ നമ്പർ കാണാം. ഈ ഒരു നമ്പർ നിങ്ങളുടെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ദിസ് PC ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ മുകളിലായിട്ട് ഈ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ എൻ്റർ കൊടുക്കുക. ഇപ്പോൾ കുറേ ഫോൾഡർ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫോണിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള അതേ ഫോൾഡേഴ്സ് തന്നെ നിങ്ങളുടെ ഈ സിസ്റ്റത്തിൽ വന്നിരിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയൽസ് നിങ്ങളുടെ സിസ്റ്റത്തിൽ വെക്കും. സിസ്റ്റത്തിലുള്ള ഫയൽ നിങ്ങളുടെ ഫോണിലേക്കും ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾ ഈസി ആയിട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, നമുക്കിതുപോലെ ഫയൽസ് നമ്മുടെ ഫോണിൽ നിന്ന് സിസ്റ്റത്തിൽ നിന്ന് ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ഡിവൈസും ഒരേ വൈഫൈയിൽ മാത്രം കണക്ട് ചെയ്താലേ നമുക്കിതുപോലെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.